വലിയ വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഒരു ശിഷ്യനും ഗുരുനാഥനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ശിഷ്യനൊരു സംശയം വന്നു. അതായത് ജീവിതത്തിലെ വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കൂടുതൽ പേർക്കും ചെറിയ ചെറിയ വിജയങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ട് വരാറുണ്ട്. അത് എന്തുകൊണ്ടാണ് ഗുരുനാഥ എന്ന് ചോദിച്ചു. അപ്പൊ ശിഷ്യനൊരു സംശയം വന്നു കഴിഞ്ഞാൽ അത് തീർത്തു കൊടുക്കേണ്ടത് ഗുരുനാഥന്റെ കടമയാണല്ലോ. അദ്ദേഹം സ്നേഹത്തോടെ ശിഷ്യനെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ചു നേരം ഒന്ന് കണ്ണടച്ചിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യൻ കണ്ണടച്ചു. എന്നിട്ട് ഗുരുനാഥൻ എന്താ ചെയ്തെന്നറിയോ? നല്ല മധുരമുള്ള ചെറിയ നാരങ്ങ മിഠായി ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ട് ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു. ശിഷ്യൻ കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കണ്ണ് തുറക്കണമൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, ഇത് നല്ല മധുരമുള്ള നാരങ്ങ മിഠായിയാണ്, വായ തുറന്നോളൂ, വായിൽ വെച്ച് തരാം, എന്നിട്ട് ഇതിന്റെ സ്വാദം ഒന്ന് ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യൻ വായ തുറന്നു, നാരങ്ങ മിഠായി വെച്ചു കൊടുത്തു, അത് നുണഞ്ഞ് ആസ്വദിച്ച് കഴിച്ചു. ആഹാ, നല്ല രസം. അങ്ങനെ ഗുരുനാഥർ പറഞ്ഞു, ഇനി അടുത്തത് ഞാനൊരു വലിയ ലഡു ആണ് കൊണ്ടുവരാനായിട്ട് പോണത്, അപ്പോൾ വായ തുറന്നോളൂ, ലഡു വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ കണ്ണടച്ചുകൊണ്ടാണ് ഇരിക്കണത് കേട്ടോ. അങ്ങനെ ശിഷ്യൻ വായ തുറന്നു. അപ്പോൾ ലഡു ആയതുകൊണ്ട് കുറച്ചും കൂടെ നന്നായി വായ തുറന്നു, കാരണം വലിപ്പമുള്ളതാണല്ലോ, അത് ലഡു കൊള്ളാൻ വേണ്ടിയിട്ട്. അതും കഴിച്ചു സ്വാദോട് കൂടിയിട്ട്. അങ്ങനെ കണ്ണ് തുറന്നോളാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായതെന്ന് ചോദിച്ചു. അങ്ങനെ ശിഷ്യന് കാര്യം മനസ്സിലായി. അതായത് ഇപ്പോൾ ഈ ചെറിയ നാരങ്ങ മിഠായി ഉണ്ടല്ലോ, അതിന് നമ്മുടെ ചെറിയ സ്വപ്നങ്ങളായിട്ടാണ് ഉപമിക്കുന്നത്. അപ്പോൾ അത് നേടിയെടുക്കാനായിട്ട് ചെറുതായി വായ തുറന്നാൽ മതി. ശിഷ്യനാണെങ്കിലോ അതിനേക്കാൾ വലുതായിട്ട് ലഡു വന്നപ്പോൾ വായ തുറന്നു. കാരണം ലഡു എന്താണ്? വലുതാണ്. വലിയ സ്വപ്നങ്ങൾ, വലിയ ആഗ്രഹങ്ങളാണ്. അത് നേടിയെടുക്കണമെങ്കിൽ വലുതായിട്ട് വായ തുറക്കണം. അതായത് നന്നായി പ്രയത്നിച്ചാൽ മാത്രമേ വലിയ സ്വപ്നങ്ങൾ, വലിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ചെറിയ രീതിയിലുള്ള പ്രയത്നങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ സ്വപ്നങ്ങളെ നമുക്ക് ലഭിക്കുള്ളൂ എന്നാണ് പറയണത്. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നുള്ളത്. ശരിക്കും അത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കാം, അയ്യോ എന്നെക്കൊണ്ട് ഇതേ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വലുതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ കൊക്ക് വലുതാക്കുക വേണ്ടേ? എന്നാൽ മാത്രമേ നമുക്ക് വലിയത് കൊത്തിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം വലിയ ആഗ്രഹങ്ങളൊക്കെ നേടുന്നത്? അവരുടെ പ്രയത്നങ്ങൾ അത്രയും വലുതാണ്. നന്നായിട്ട് പ്രയത്നിക്കാനായിട്ട്, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാനായിട്ട്, നല്ല കഴിവുകളെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെങ്കിൽ വലിയ സ്വപ്നങ്ങളും വലിയ വിജയങ്ങളും നമുക്കുണ്ടാകും എന്നാണ് ഈ ഒരു കഥയിലൂടെ പറഞ്ഞു തരുന്നത്.